ഈ ഇതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈൻഡ് ഓഫ് ഒരു ഷോ ഓഫ് കൂടിയാണ്. നമ്മൾ ഈവൻ നമ്മുടെ ഒരു വൾണറബിൾ സൈഡ് കാണിക്കുന്നത് പോലും ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഐ എം എ പേഴ്സൺ ഹൂസ് ഹീലിംഗ് എന്ന് വെക്കും. അപ്പോൾ ഞാനത് ഹീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടാവാം. അതായത് ക്രൈങ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഇതൊരു റീച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നവരും ഉണ്ട്. മേ ബി അവരായിരിക്കാം കൂടുതൽ. അപ്പോൾ ഇതൊരു ഷോ ഓഫ് ആണ് എന്നുള്ളത് നമ്മൾ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസിനെ സോഷ്യൽ മീഡിയയിൽ കാണും. ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത്? ഇപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതിൽ പറഞ്ഞ ഇങ്ങനെയാണ് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ജെനുവിൻലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അത് സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കാണിക്കാനായിട്ട് ചെയ്യുന്ന ഷോ ഓഫ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാനൊരു വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയാം. വൺസ് ഞാൻ ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാതിരുന്നിരുന്ന ഒരു പോയിന്റിൽ ഇതുപോലെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും മെഡിക്കേഷൻസ് എടുക്കേണ്ട ആവശ്യങ്ങളും മൾട്ടിപ്പിൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആഫ്റ്റർ കോവിഡ്. ആ സമയത്ത് ഇതുപോലെ ക്രൈം സ്പെൽസ് ഒക്കെ വളരെ നോർമലാണ്. എനിക്ക് തന്നെ അറിയാതെ എൻ്റെ ഡെഫിഷ്യൻസീസിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. ബട്ട് ഐ കാൺ സ്റ്റോപ്പ് ട്രൈ. ഞാനും വിചാരിച്ചു ഇത് റെക്കോർഡ് ചെയ്ത് ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാണ്, എനിക്കും പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് എനിക്കും ഇത് വരാം. എന്നാലും നമ്മളിന്ന് ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം, ഡോക്ടറെ കാണുന്നതായിരിക്കാം, മെഡിസിൻ ആയിരിക്കാം, തെറപ്പി ആവാം, സെൽഫ് ഹീലിംഗ് ആയിരിക്കാം, മെഡിറ്റേഷൻ ആവാം. ഇതൊക്കെയാണ് നമ്മളും നമ്മളെ എംപവർ ചെയ്യാനും ബെറ്റർ ആക്കാനും ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ ഡു എന്നുള്ളൊരു സെൻസിൽ നമ്മൾ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ നമ്മൾ എഗെയിൻ ഈ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ അവസാനം ഞാനിതിട്ടിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നുള്ള രൂപത്തിലേക്ക് അതിനെ ആളുകൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ട് ഞാനത് ചെയ്തില്ല. പക്ഷെ ആലോചിച്ച് നോക്കി, ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ അതുപോലെ ജെനുവിൻ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുമായിരുന്നു. അതുപോലെ ജെനുവിനിൽ ചെയ്യുന്നതും മറ്റും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം നമ്മളെ പോലെയുള്ള ആളുകൾ നല്ലതുപോലും ചെയ്യണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ നിന്ന് നമ്മൾ വരെ ഇൻസ്പയർഡ് ആവാറുണ്ട്. ചില കാര്യങ്ങൾ പുറത്ത് പറയണം എന്നുള്ള രൂപത്തിലുള്ള ധൈര്യം തരുന്നതാവും ചിലത് റിലേഷൻഷിപ്പിനകത്തൊക്കെ വരുന്ന ചില കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്ന കുട്ടികളുടെയൊക്കെ കാണിക്കുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതേസമയം ഇപ്പം വീട്ടിൽ നടക്കുന്ന ഫിസിക്കൽ വയലൻസ്, ഫിസിക്കൽ അബ്യൂസ്, അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്ന ഞാനൊരു അക്കൗണ്ട് കണ്ടതാണ്. വീട്ടിൽ പാരൻസിൻ്റെ ഒരു ഫൈറ്റ് മാത്രമാണ് ആ അക്കൗണ്ടിൽ റീലായിട്ട് വരുന്നുള്ളൂ. അതൊരു കേരളത്തിൽ നിന്നുള്ള പേജായിരുന്നു. ആകെ 6-7 വീഡിയോസേ ഉള്ളൂ. എല്ലാ വീഡിയോസും ഇതാണ്. അപ്പോൾ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോ വൈറലായപ്പോൾ സെയിം പാറ്റേണിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള പാരൻറ്റ് വന്ന് വീട്ടിൽ അബ്യൂസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം വെറുതെ പോകുന്നു. നമുക്കതിനകത്ത് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. നമുക്ക് അവരെ ചെന്ന് കണ്ട് ഇതിനകത്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? നമ്മളടക്കം ഹെൽപ്ലെസ് ആണ്. പക്ഷേ ഇത് കാണുന്ന ഇപ്പോൾ 1 മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആക്ഷനൊന്നും നടക്കുന്നില്ല. നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, ചിലർക്കത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിയാലോ? അതെ, ദിസ് ഇസ് വെരി നോർമൽ എന്ന് തോന്നിയാലോ? ഫിസിക്കൽ വയലൻസും അബ്യൂസും ഒക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന, അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ട് അടി വാങ്ങിയിട്ട് വല്ലപ്പോഴേ ഇതല്ലാറുള്ളൂ എന്ന് പറഞ്ഞു വരുന്ന ക്ലയൻസിനെ കാണുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്കിതിനോടുള്ള എന്താ പറയുക, അഭിപ്രായങ്ങൾ ഇതൊന്നും പോസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ആണെന്നുള്ള ആവില്ലേ ഇങ്ങനത്തെ ഏരിയാസ് വരുമ്പോൾ.